ഇത് മോക്ക് ടെസ്റ്റ് 5 ആയിട്ടാണ്. ഇതിന് മുമ്പ് ഒരു 4 മോക്ക് ടെസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ആൻഡ് ആൻസേഴ്സും ആണ് എൻ്റെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോകാം. പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുമ്പോൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് എന്താണ്? പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുമ്പോൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് ഉയർന്ന മർദ്ദം ജലത്തിൻ്റെ തിളനില ഉയർത്തുന്നതിനാണ്. ഉയർന്ന മർദ്ദം ജലത്തിൻ്റെ തിളനില ഉയർത്തുന്നതിനാലാണ് പ്രഷർ കുക്കറിൽ നമുക്ക് എളുപ്പത്തിൽ പാചകം ചെയ്യാൻ സാധിക്കുന്നത്. നല്ല വെയിലുള്ളപ്പോൾ മണലാരണ്യത്തിലെ യാത്രക്കാർക്ക് അകലെയായിട്ട് ഇല്ലാത്ത തടാകങ്ങൾ കാണാൻ കഴിയുന്നു. ഇതിന് കാരണം എന്താണ്? മരീചികയാണ്. നല്ല വെയിലുള്ളപ്പോൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ഇല്ലാത്ത തടാകങ്ങൾ കാണാൻ കാരണം. ശബ്ദത്തിൻ്റെ കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഓഡിയോമീറ്റർ. ഓഡോമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അത് വേറേതാണ് കേട്ടോ. അപ്പോൾ ഓഡിയോമീറ്ററാണ് ശബ്ദത്തിൻ്റെ കേൾവിശക്തി അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. ഓക്കെ. മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന ഘടകം ഏതാണ്? പ്രോട്ടോൺ ആണ്. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന ആറ്റത്തിലെ ഘടകം ഏതാണ്? പ്രോട്ടോൺ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. പല്ലിലെ ഏത് ഭാഗത്താണ് രക്തക്കുഴലുകളും നദികളെന്നാണ് നാഡികളെന്നാണ് കേട്ടോ. നാഡികളും കാണപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ്. പല്ലിലെ ഏത് ഭാഗത്താണ് രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത്? പൾപ്പ് ക്യാവിറ്റിയിലാണ്. ആയുർവേദത്തിൽ വിഷസൂചിക എന്നറിയപ്പെടുന്നത് കോളറയാണ്. ആയുർവേദത്തിൽ വിഷസൂചിക എന്നറിയപ്പെടുന്നതാണ് കോളറയാണ്. ആയുർവേദത്തിൽ വിഷസൂചിക എന്നറിയപ്പെടുന്നത്. ഗോളരസന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് കാണുന്നത് എവിടെയാണ്? തോളെല്ലിലാണ് ഗോളരസന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് കാണപ്പെടുന്നത്. ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത്. ചാരനിറത്തിലുള്ള മസ്തിഷ്കത്തിൻ്റെ മുകൾ ഭാഗം അറിയപ്പെടുന്ന പേര് ഗ്രേ മാറ്റർ. ചാരനിറത്തിലുള്ള മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തെ അറിയപ്പെടുന്നത് ഗ്രേ മാറ്റർ എന്നാണ്. പൊതുനിരത്തിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് യാത്രാ സൗകര്യവും സ്കൂളിൽ പ്രവേശനവും നൽകണമെന്ന ലക്ഷ്യത്തോടെ 1907 അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. പൊതുനിരത്തിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് യാത്രാ സൗകര്യവും സ്കൂളിൽ പ്രവേശനം നൽകണമെന്നും ലക്ഷ്യത്തോടെ 1907 അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. ഉത്തേജനം എന്ന പദ്യകൃതിയുടെ കർത്താവ് സഹോദരൻ അയ്യപ്പൻ. ഉത്തേജനം എന്ന പദ്യകൃതിയുടെ കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഐഎൻഎയുടെ വനിതാ റെജിമെൻറ്റിനെ നയിച്ചതാരാണ്? ഡോക്ടർ ലക്ഷ്മി സൈഗാളാണ് കേട്ടോ. ഡോക്ടർ ലക്ഷ്മി സൈഗാളാണ് ഐഎൻഎയുടെ വനിതാ റെജിമെൻറ്റിനെ നയിച്ചത്. ഡോക്ടർ ലക്ഷ്മി സൈഗാൾ. ബ്രിട്ടീഷുകാർക്കെതിരെ 1855-56 കാലഘട്ടത്തിൽ സാന്താൾ കലാപം നടത്തിയതാരാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ 1855-56 കാലഘട്ടത്തിൽ സാന്താൾ കലാപം നടത്തിയത് ഛോട്ടാ നാഗ്പൂരിലാണ് സാന്താൾ കലാപം നടന്നത് കേട്ടോ. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? വിജയ്ഘട്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അബ്ദുൽ കലാം ആസാദ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരാണ്. 1955 ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായത്? സോവിയറ്റ് യൂണിയൻ. 1955 ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായത്? സോവിയറ്റ് യൂണിയൻ്റെ. ഇന്ത്യയിൽ ദൂരദർശൻ കളർ സംപ്രേഷണം തുടങ്ങിയത് 1982 കേട്ടോ.
ഇന്ത്യയിൽ ദൂരദർശൻ കളർ സംപ്രേഷണം ആരംഭിച്ചതെന്നാണ് 1982-ലാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള പ്രദേശമാണ് ലഡാക്ക്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള പ്രദേശം ഏതാണ്? ലഡാക്കാണ്. അപ്പോൾ നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം എന്തൊക്കെയാണെന്ന്. പ്രഷർ കുക്കറിൽ പാചകം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് ഉയർന്ന മർദ്ദം ജലത്തിൻ്റെ താപനില ഉയർത്തുന്നതിനാൽ. നല്ല വെയിലുള്ളപ്പോൾ മണലാരണ്യത്തിലെ യാത്രക്കാർക്ക് അകലെയായിട്ട് ഇല്ലാത്ത തടാകങ്ങൾ കാണാൻ കഴിയുന്നു. ഇതിന് കാരണം മരീചിക. ശബ്ദത്തിൻ്റെ കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഓഡിയോമീറ്റർ. മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന ആറ്റത്തിലെ ഘടകമാണ് പ്രോട്ടോൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. പല്ലിലെ ഏത് ഭാഗത്താണ് രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത്? പൾപ്പ് ക്യാവിറ്റിയിലാണ്. ആയുർവേദത്തിലെ വിഷസൂചിക എന്നറിയപ്പെടുന്നത് കോളറയാണ്. ഗോളറി സന്ധി അഥവാ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് കാണുന്നത് തോളെല്ലിനാണ്. ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ചാരനിറത്തിലുള്ള മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗം അറിയപ്പെടുന്നത് ഗ്രേ മാറ്റർ. പൊതുനിരത്തിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് യാത്രാ സൗകര്യം, സ്കൂളിൽ പ്രവേശനം എന്നിവ നൽകണമെന്ന ലക്ഷ്യത്തോടെ 1907 അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. ഉത്തേജനം എന്ന പദ്യകൃതിയുടെ കർത്താവ് സഹോദരൻ അയ്യപ്പനാണ്. അയ്യന്നയുടെ വനിതാ റെജിമെൻറ്റിനെ നയിച്ചത് ഡോക്ടർ ലക്ഷ്മി സൈഗാളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ 1855-56 കാലഘട്ടത്തിൽ സാന്താൾ കലാപം നടന്നത് ഛോട്ടാ നാഗ്പൂരിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം വിജയ്ഘട്ടാണ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീർ. 1955 ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായത്? സോവിയറ്റ് യൂണിയൻ്റെ. ഇന്ത്യയിൽ ദൂരദർശൻ കളർ സംപ്രേഷണം ആരംഭിച്ചത് 1982-ലാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള പ്രദേശം ലഡാക്ക്. അപ്പോൾ ഇത്രയാണ് 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ, അതിൻ്റെ ആൻസേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.